ഇത് ഞാൻ കളയാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് ഈ ഗ്ലാസ്സിൽ നിന്ന് ഊരിയെടുക്കുന്നത് നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിച്ചിട്ട് ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതെന്നാ സംഭവം, പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും മനസ്സിലൊരു ഡൗട്ട് കാണും എന്താ ഇതിൻ്റെ പ്രൈസ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മുടെ കാറിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഇടയ്ക്ക് ഭാഗത്തൊന്നും ഉടക്കുന്നില്ലല്ലോ എന്നൊന്ന് കൺഫേം ആക്കിയേച്ച് മാത്രം വീഡിയോ. എന്നാൽ ഞാനത് ചെയ്തത് ഏകദേശം ഒരു 169 രൂപ മാത്രം വില വരുന്ന ഒരു പ്രോഡക്റ്റ്, ആമസോണിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റാണ് ഞാനത് ചെയ്തത്. പക്ഷേ ഞാൻ കുറച്ച് നാൾ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കി വേറൊരു കടയിൽ ചെന്ന സമയത്ത് എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിയായിരുന്നു. അതായത് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ്. ഞാൻ ഇവിടെയെങ്കിലും അധികം കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് പോകുന്നത്. അതായത് നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തിരുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ടൈപ്പായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മാത്രം ഇൻഡിക്കേറ്റർ വരുന്നത്. എന്നാൽ ഇതിൽ ഞാൻ മാറ്റി കുറച്ചുകൂടെ വലുതാക്കുന്നുണ്ട്. അതും ഫ്ലോട്ടിംഗ് ടൈപ്പാണ് നമ്മുടെ മിററിൽ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഫിറ്റിങ് എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഇതൊന്ന് അഴിച്ചെടുത്ത് ജസ്റ്റ് തിരിച്ചൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ സംഭവം ഒന്നും അതിനകത്ത് വരുന്നില്ല. ഫിറ്റിങ്ങിനകത്ത് ചെറിയൊരു മാറ്റം, ആ ഒരു മാറ്റം കൂടി ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. ഈ ഒരു ഫുൾ വീഡിയോ ഇതെങ്ങനെ അഴിക്കേണ്ടതെന്നും ആ വയർ കണക്ഷൻ എടുക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തൊരു വീഡിയോ ഞാൻ ഒന്ന് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഞാൻ കൊടുത്തോളാം. അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും അതൊന്ന് കയറി കാണാനും സാധിക്കും. ഏതായാലും നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ ടെക്നോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിററിങ് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു എളുപ്പമുണ്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലോട്ട് മാറ്റിയത്. ഇനി ഇവിടുന്ന് ഞാൻ ഈ ഗ്ലാസ് ഒന്ന് ഊരിയെടുക്കുകയാണ്. യെസ്, ഗ്ലാസ് ഊരിയെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ, നമ്മൾ അന്ന് കൊടുത്ത ലൈൻ ഇവിടുന്നാണ്. ഈ ലൈൻ ഞാൻ ഏതായാലും ബാക്കിലത്തെ കവറിൽ നിന്ന് അഴിക്കണോ വേണ്ടയോ, വേണ്ട, ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത്. കാരണം ഇനിയിപ്പോൾ ബാക്കിൽ നിന്ന് ഇനിയും പിന്നെ അഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് തന്നെ എടുക്കാം. ഞാൻ ഈ ഒരു പോർഷനിൽ നിന്ന് കട്ട് ചെയ്യാം. കാരണം ഇത് ഞാൻ കളയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വയർ ഇവിടെ ഉണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഡബിൾ സൈഡിനൊന്ന് ഒട്ടിച്ചതാണ്. ഇതെങ്ങനെ അഴിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്ലാസ്സിൽ നിന്ന് ഊരിയെടുക്കുന്നത് നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പഴയ ലൈറ്റ്. ഈ ലൈറ്റാണ് ഞാൻ ഫിറ്റ് ചെയ്തിരുന്നത്. ഇത് മാറ്റി ഇനി ചെയ്യാൻ പോകുന്ന പുതിയ മോഡൽ ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതെന്നാ സംഭവം, ഇത് രണ്ടെണ്ണം അതോ ഒരെണ്ണം എന്നാ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒടിച്ചെടുക്കണം. ഇത് ഒറ്റ സ്ട്രെച്ചാണ് വരുന്നത്. അതായത് ഇത് കണ്ട, ഇതിങ്ങനെ നമുക്ക് ബെൻഡ് ചെയ്ച്ച് നമുക്ക് 1, 2, അപ്പോൾ ഇതും ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ സൈഡൊന്ന് ഞാൻ ഏതായാലും ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ നമ്മുടെ ടേബിളിലോട്ടൊന്ന് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് അഴിച്ചിങ്ങെടുക്കുകയാണ്. ഒന്ന് അഴിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ഇതിനകത്ത് വരുന്നത്. കാരണം ഒരു തവണ നമ്മളിത് അഴിച്ചുകൊണ്ടാണ് ഇത്ര സ്റ്റിക്കർ വരുന്നത്. ഗ്ലാസ് ഞാൻ ഇവിടെ നിന്ന് വെക്കുകയാണ്. ഈ ഒരു മോഡൽ ഞാനിപ്പോൾ ശരിക്കും അന്ന് പോയിൻ്റ് ചെയ്തിരുന്ന ഈ ഒരു സെൻറ്ററാണ്. ഇനിയിപ്പം ഈ ഒരു ലൈറ്റ് വരുമ്പോൾ ഇത്രയും വലുപ്പം വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഞാൻ അതേതായാലും ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പം പഴയ ഡബിൾ സൈഡ് സ്റ്റിക്കർ എല്ലാം ഞാനൊന്ന് പറിച്ച് കളയാം ആദ്യം. അപ്പോൾ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പം ഈ ഒരു ലൈറ്റും കൂടെ ഞാൻ പറിച്ചെടുക്കുകയാണ്. നമ്മുടെ അന്നത്തെ 3M ഒട്ടിച്ചത് നല്ല അടിപൊളിയാണത്. അനക്കമില്ല സാധനത്തിന്, കണ്ടോ. അപ്പം അതും ഞാനിങ്ങ് എടുത്തു. ഈ ഒരു ലൈറ്റാണ് ഞാനിവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഇവിടെ ഒരു ഹോൾ ഇടാതെ പണി നടക്കുമോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ഈ സൈഡ് വഴി ഇറക്കി ഇല്ല. അപ്പോൾ നമുക്കൊരു ഹോൾ ഇട്ടേക്കാം, പ്രശ്നമില്ല. വെറുതെ എന്തിനാ അതിനകത്തൊരു കുറവ് വരുത്തുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ഹോള് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ച് ഞാൻ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഏകദേശം ഒരു സെൻറ്ററാണ് നമുക്ക് തന്നെ തോന്നണം. കാരണം ഗ്ലാസ് ഇരിക്കുമ്പോൾ വൃത്തിയോട് വരാത്ത രീതിയിൽ. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോർഷന് നമ്മളൊരു ചെറിയൊരു മാർക്കിങ് കൊടുക്കുകയാണ്. ആ ഒരു പോർഷന് നമ്മളൊരു ഹോൾ ഇടുന്നു. ഞാൻ ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, പ്രിസിഷൻ കട്ട് ടൂളാണ്. ഇപ്പോൾ ഞാനിത് എല്ലാം പരിപാടിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ബ്ലേഡ്സ് മാറിയത്, ഈ ബ്ലേഡ് ഏകദേശം കുറച്ച് മടുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് തന്നെ ഞാൻ ഹോൾ ഇടുന്നത്. ഇത് നടുക്ക് വെച്ച് പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഹോള് ഇത് കണ്ടോ നമുക്കിങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോള് മതിയാവും, കണ്ടോ. ഈ ഒരു ഹോള് മതി. ഇതിൽ നമ്മൾ ഈ വയറിനെ 2 ഇറക്കുകയാണ്. യെസ്, കണ്ടോ, ഇറങ്ങിപ്പോയി. ഇനി നമ്മളിതിവിടെ താഴെ കൊണ്ടുവന്ന് വയറിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊന്ന് കൺഫേം ആക്കിക്കൊണ്ട് കറക്റ്റ് പൊസിഷൻ. ഓക്കെ, ഇത് വലിയ പ്രശ്നമില്ല, ഓക്കെയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഏകദേശം ഈ ഒരു സൈഡിൽ തന്നെ ഹോൾ ഇടണം. എന്നിട്ട് ഞാനിവിടെ 2 സൈഡും ഡബിൾ സൈഡ് വെച്ച് ബാക്കി ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസും കൂടെ നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ ക്ലോസ് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അത് ഫുള്ള്
നമ്മുടെ 3Mൻ്റെ ടേപ്പ് ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, ചിലർ സൈഡിൽ മാത്രം കുറച്ച് ഒട്ടിക്കും. അങ്ങനെ സൈഡിൽ മാത്രമല്ല, ഇത് ഫുള്ള് ഒട്ടിച്ചേക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗ്ലാസ് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെല്ലാം സ്റ്റിക്കർ പറിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ ഇനിയിപ്പം ഈ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ ആ സ്റ്റിക്കർ മുഴുവൻ പറിച്ച് കളഞ്ഞു. ആ ഹോളിലോട്ട് ഞാൻ ഇത് പതുക്കെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ടൈറ്റായിട്ടിരിക്കുന്ന കുഴപ്പമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഏകദേശം നമുക്കിങ്ങനെ ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ആ സെൻറ്റർ ഏകദേശം ഒന്ന് മനസ്സിലാക്കി ഞാനൊന്ന് വെക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും കുഴപ്പമില്ല, ഏകദേശം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ സെൻറ്റർ. അപ്പം ഏകദേശം ഒരു സെൻറ്റർ ഐഡിയയിൽ തന്നെ ഞാൻ കണക്കാക്കി. ഞാൻ ഈ ഒരു ഹോളാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനത് പ്രസ് ചെയ്യുക. അപ്പം ഇതും സെറ്റായി അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതിൻ്റെ വയർ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ആ മിററിലോട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വയർ ഞാൻ നൈസായിട്ട്, അതായത് ഇത്രയും പ്രസ് ചെയ്ത് ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്താണ് അവിടെ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ആയിരുന്നു. തീരെ കനം കുറവായിരുന്നു ആ വയർ. എൻ്റെ ഇത്രയും കനവേ ഉള്ളുമായിരുന്നു ആ കൊടുത്തിരുന്ന ഒരു വയറിന്. കണ്ടോ, ഇത്രയേ ഉള്ളുമായിരുന്നു. എന്നാൽ ഇതിന് കുറച്ച് കട്ടിയുണ്ട്. കാരണം കട്ടിയുള്ള വയർ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ ഇച്ചിരി കൂടുതലുണ്ട്. ആ ഫംഗ്ഷൻ ഇതുകൊണ്ടാണ്. ഇനി നമുക്ക് ഗ്ലാസ് ഫിറ്റ് ചെയ്യാം. ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഇതിന് കുറച്ച് തിക്നെസ് വരുന്നുള്ളൂ. ഞാൻ ഈ ഗ്ലാസ് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് സാൻഡ്വിച്ച് പോലെ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. വേറെ ടേപ്പ് ഞാൻ കൊടുത്തില്ല. ഞാൻ ഇതിൽ തന്നെ ഒട്ടു എന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നടത്തി നോക്കുകയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കിപ്പം നടക്കുമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു കേസിൽ തന്നെ പോകുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് സ്റ്റിക്ക് ആകത്തില്ലെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അതിലെല്ലാം കൂടെ ഒരു ഡബിൾ ടേപ്പായിട്ട് കൊടുത്തു. പക്ഷേ ഡബിൾ ടേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തിക്നെസ് കൂടും. പക്ഷേ ഇപ്പം നിലവിൽ അത് കറക്റ്റാണ്. തിക്നെസ്സോ കാര്യങ്ങളൊന്നും കൂടുതലില്ല. ഇൻ കേസ് ഇത് കുറച്ച് വല്ലതും പുറത്തോട്ട് പോരുകയാണെങ്കിൽ ഒരു ചെറിയ ഡ്രോപ്പ് സൂപ്പർ ഗ്ലൂ ഓരോ സൈഡിലും, ഇതിൻ്റെ അകത്ത് ഓരോ സൈഡിലായിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഗ്ലാസിൻ്റെ മേലിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ആ ഒരു ഡബിൾ സൈഡിൽ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിലുള്ള മെർക്കുറി ഊരി പോയി കഴിഞ്ഞാൽ, മെർക്കുറി പോവെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഗ്ലാസിൻ്റെ ഒരു വൃത്തിയോടെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഓക്കെയാണ്. ഇനി റൈറ്റ് സൈഡും കൂടെ ഞാൻ പെട്ടെന്ന് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ രണ്ട് ഗ്ലാസും ഞാൻ സെറ്റ് ചെയ്തു. രണ്ടിലും റെഡിയാണ്. ഇനിയിപ്പം നമ്മുടെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങിയ സ്ഥിതിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തീർക്കാതെ ഇനി റൈറ്റ് സൈഡ് ആദ്യം തീർത്തേച്ചും വരാം. അപ്പം നമ്മുടെ റൈറ്റ് ആദ്യം ഫിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ റൈറ്റ് സൈഡ് ഞാൻ പിടിപ്പിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ഈ റൈറ്റ് സൈഡിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത്, നമ്മൾ കഴിവതും സ്ലീവ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. പണ്ട് ഞാൻ സ്ലീവിങ് വളരെ കുറവായിരുന്നു. ഇപ്പം സ്ലീവ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. സ്ലീവ് എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഞാൻ ഇതിനകത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു വയർ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ പിന്നെ റെഡ് ഉള്ളത് റെഡ് പോസിറ്റീവ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, മറ്റത് വരുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ ഇതേതെല്ലാം ഒന്ന് സ്ലീവ് ചെയ്യട്ടെ ആദ്യം. അപ്പോൾ ഞാൻ ഈ വയറൊന്ന് സ്ലീവ് ചെയ്തു. അപ്പോൾ റെഡിലോട്ടാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത്. നേരെ അതുപോലെ കയറ്റി വെച്ചിട്ട് സ്ലീവ് അങ്ങോട്ട് ഇറക്കുകയാണ്. ഓക്കെ, സ്ലീവ് ഇറക്കി. ഇനിയിപ്പം ഇതൊന്ന് ചൂടാക്കി സെറ്റ് ചെയ്യുകയാണ്. ോട്ടും ഞാൻ ഈ സ്ലീവ് കയറ്റി ഇടുകയാണ്, സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് രണ്ടും സെറ്റായി. ഇനി ഞാൻ ഈ ഗ്ലാസ് തിരിച്ചതുപോലെ ഫിറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നി, ഇത്രയും വയറിന് ലെങ്ത് ഉണ്ട്, അതായത് നമുക്കിപ്പോൾ ഈ കാണാൻ പറ്റുന്ന പോലെ ലെങ്ത് ഇച്ചിരി കൂടുതലാണ്. അത് ഞാൻ ഈ ബാക്കിലോട്ട് കയറ്റിയിട്ട് പിന്നെ ബാക്കി ഈ സൈഡ് വഴി നമുക്ക് ഇറക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട്. ആ സൈഡിലോട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നാളൊരു സമയത്ത് നമുക്കിത് അഴിക്കാനോ അഴിച്ച് മാറ്റാനോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്കിത് ഊരി വെക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ലൈറ്റ് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും മനസ്സിലൊരു ഡൗട്ട് കാണും, എന്താ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 800 രൂപ വില വരുന്നുണ്ട്. രണ്ടെണ്ണത്തിനും കൂടെ 800 രൂപ വില വരുന്നുണ്ട്. ഇത് ആർക്കെങ്കിലും മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഇൻസ്റ്റായിൽ എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ തന്നെ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ സാധിക്കും. ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ ആ അഡ്രസ്സിലോട്ട് ഞാൻ ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വെട്ടം എങ്ങനെയുണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് കുറച്ച് ഇരുട്ടണം. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് അത്രയും ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല. കുറച്ചുകൂടെ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫ്ലോയും കൂടെ ഒന്ന് അറിയാൻ സാധിക്കും. ഏതായാലും നമുക്ക് രാത്രി ഒന്ന് നോക്കാം. ഇതൊന്ന് ഞാൻ പിടിപ്പിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ കൂടെ തന്നെ ഞാൻ കയറ്റി ഈ സൈഡിലോട്ട് വെച്ചു. ഇനി നൈസായിട്ട് ഞാനിത് ലോക്ക് ചെയ്യാൻ പോവാണ്. എല്ലാം ലോക്കും വീണെന്ന് ഉറപ്പ് വരുത്തിക്കോണം. ഇളക്കോ വല്ലതും ഉണ്ടോ എന്നത്. എല്ലാം കയറി പിടിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം രാത്രി ഒരു ഏകദേശം ഒരു 8:30 അല്ലെങ്കിൽ ഒരു 7:30 കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡ്രൈവ് പോയി നോക്കാം എങ്ങനെയുണ്ട് ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഒന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ രാത്രിയായി, ഏകദേശം ഒരു 8:30 സമയമായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് നോക്കാം. വാവ്, ഞാനിപ്പോൾ ആസാഡാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ആ ഫ്ലോട്ടിങ് എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് വന്ന് അവസാനിക്കുന്നു. കാണാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡും കൂടെ ഒന്ന് നോക്കാം. കണ്ടോ, ലെഫ്റ്റ് സൈഡും സൂപ്പറാണ്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പം
വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ചെയ്യാൻ വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.